യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ മോളെ? അനു 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 ഒന്നിങ്ങ് വന്നേ. മോളെ, ഇന്ദ്രൻ വിളിക്കുന്നു, നീ ചെല്ല്. എന്താ? ഏയ്, ഒന്നുമില്ല മോളെ. എന്താ ഇന്ദ്രേട്ടാ? നിന്റെ വീട്ടുകാരോട് ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. ഇന്ദ്രേട്ടാ, എന്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് അപ്പുറമല്ല ഒന്നും. എന്റെ അമ്മ ഇല്ലാത്തടത്ത് വേറെ ആരും വേണ്ട. വേഗം പോകാൻ പറ. ഇന്ദ്രേട്ടാ, അവരൊക്കെ വന്നത് നമ്മളെ സഹായിക്കാനല്ലേ? സഹായിച്ചതൊക്കെ മതി. അനു, ഇനി നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഭാനുമ്മയുണ്ടല്ലോ, അതും പോരെങ്കിൽ നമുക്കൊരു ജോലിക്കാരി വെക്കാം. എന്തായാലും ഇവരാരും ഇവിടെ വേണ്ട. നീ പോയി പറഞ്ഞുവിട. ഇന്ദ്രേട്ടാ, നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഇന്ദ്രേട്ടാ, വേണ്ട. ഞാൻ അവരെ പറഞ്ഞു വിട്ടാ എന്താ ഉണ്ടാവാൻ പോകുമെന്നറിയാലോ. നീ പറയുന്നുണ്ടോ ഇല്ലയോ? അച്ഛാ, എന്താ മോളെ? അച്ഛാ, എല്ലാരും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോണം. പോകാനോ? എന്താ മോളെ കാര്യം? എന്താ മോളെ കാര്യം? ഇന്ദ്രൻ എന്താ പറഞ്ഞത്? അതൊന്നും എന്നോട് ചോദിക്കല്ലേ അച്ഛാ. മോളെ, നീ കാര്യം പറ. ചേച്ചി, എല്ലാരും വിളിച്ചോണ്ട് വേഗം ഒന്ന് പോവാൻ നോക്ക്. ആരും എന്നോടൊന്നും ചോദിക്കണ്ട. ചെല്ലുമോളെ, ദയോട് വരാൻ പറ. മോളെ, മോള് കരയണ്ട. അച്ഛനെല്ലാം മനസ്സിലാവും. സാരമില്ല, പോട്ടെ. മോള് കരയാതെ മോളെ. വിഷമിക്കാതെ, കരയല്ലേ. അവിനയ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരവും മരുന്നുമൊക്കെ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ സമയത്തെടുത്ത് കഴിച്ചോണം കേട്ടോ. ആ, എന്താടാ നോക്കി പഠിപ്പിക്കുന്നത്? എനിക്ക് കട തുറക്കണം, അതാ പറഞ്ഞേ. മനസ്സിലായി? ഒരുത്തി ജോലിയുടെ പേര് പറഞ്ഞങ്ങ് പോയി. നിങ്ങളിപ്പോ പട്ടിക്ക് ചോറെടുത്ത് വെച്ച് കൊടുത്ത് പോകുന്നത് പോലെ കടയുടെ പേര് പറഞ്ഞങ്ങ് പോകുന്നു. കട തുറക്കാതെ പിന്നെ എങ്ങനെയാ വിനയ? അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കേടായി പോവില്ലേ? മാസം വാടകയും കൊടുക്കണം. പിന്നെ ചിലങ്ക ബ്ലേഡിൽ നിർത്ത കാശിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കണ്ടേ? ആ കട ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അച്ഛൻ അങ്ങോട്ടിരിക്കെ, എനിക്ക് സംസാരിക്കാനുണ്ട്. ഇരിക്കൊന്നും വേണ്ട, നീ എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. ഞാനിവിടെ നിന്നോണ്ട് കേട്ടോളാം. ഇത് പറയടവിനെ ഞാൻ കേട്ടാ പോരെ? എന്നാ കേക്ക്.
ഞാൻ ഇന്നലെ അനുപമയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടെ എന്താ ഉണ്ടായെന്നറിയോ? എന്താണ്? നീ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം എന്റെ തലയിലോട്ട് കെട്ടിവെക്കാൻ നോക്ക് കേട്ടാ. അവിടെ വെച്ച് എന്നെ അവരെ അവമാനിക്കാൻ നോക്കിയത് ആര്? വലിയ ഒരു മാതൃകാധ്യാപകനുണ്ടല്ലോ, അനന്തൻ മാഷ്, എന്റെ അമ്മായിയപ്പൻ. അങ്ങേര് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ഉടനെ അങ്ങേർക്ക് എങ്ങനെയെങ്കിലും എന്നെ അവിടുന്ന് പറഞ്ഞു വിടണം. മുറിയില് ഇന്ദ്രനും രഘുവൊക്കെ ഉണ്ടത്രേ. അതിന് എനിക്കെന്താ? അവരെ പോലെ തന്നെ ഞാനും അയാളുടെ മരുമകനല്ലേ? അല്ലേ? ഇയാളുടെ വായിലെന്ന പഴോ എന്തെങ്കിലും മിണ്ടിക്കൂടെ? പക്ഷേ എന്നെ അനുപമയുടെ മുറിയിൽ കയറ്റാതെ അയാൾ എന്നെ പറഞ്ഞു വിട്ടു. നിങ്ങളുടെ മകന് ഇതിൽ പരൊരു അവമാനം വേറെ ഉണ്ടോ? അതിന് നീ വയ്യാതിരിക്കുമ്പോ അവിടെ പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? 24 മണിക്കൂർ ഇതിനകത്തിരുന്ന എനിക്ക് പ്രാന്ത് പിടിക്കും. എന്നോടൊന്നും മിണ്ടാനും പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എല്ലാരും എന്റെ മുമ്പൊന്നും ഓടി ഒളിക്കുമല്ലേ. ഒന്നുകിൽ എന്റെ ഭാര്യ എന്റെ കൂടെ ഇരിക്കണം. അവള് പോയ സ്ഥിതിക്ക് നിങ്ങൾക്കെങ്കിലും എന്നോട് അല്പം ദയ കാണിച്ചൂടെ? എടാ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ പോകുന്നത്. പിന്നെ ടിവിയിലും വല്ല സിനിമയും കണ്ടിരുന്നാ പോരെ? എനിക്ക് പറ്റില്ല. ഈ ടി വിയിൽ നോക്കിയാ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഹലോ ടി വി, എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര നേർന്ന് വെച്ചാ മിണ്ടായിരിക്കുന്നത്? നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ അധികാലം ജീവനോടെ ഓ, ഉണ്ടാവും. പിന്നെ ഈ ആരോടും മിണ്ടിയില്ലെന്ന് വെച്ച് ആരും ഇതുവരെ മരിച്ചു പോയിട്ടൊന്നുമില്ല. മരിച്ചു പോകുന്നല്ല പറഞ്ഞത്. പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും. എന്റെ അവസ്ഥ ഇതായി പോയതുകൊണ്ട് തൂങ്ങിച്ചാവാനും വിഷം വാങ്ങി കഴിക്കാനും പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചു ദൂരം പോയാലേ റെയിൽവേ ട്രാക്കാ. ഞാനൊരു ട്രെയിൻ വരുമ്പോ ആ ട്രാക്കിന് മുമ്പ് കയറി നിൽക്കും. എടാ, നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ കടയിൽ പോകാതെ നിന്റെ കൂടെ ഇവിടെ ഇരുന്നാ നിന്റെ എല്ലാ പ്രശ്നവും തീരുവോ? അനന്തമാട് താമസിയാതെ മകളെ എന്റെ കൂടെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ അച്ഛൻ എൻ്റെ അടുത്ത് ഉണ്ടാവണം. മാഷ് ചീരുവിനെ നിന്റെ കൂടെ അയക്കാന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. ഒരിക്കലല്ല, 2 തവണ പറഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് ഇനി വാക്ക് മാറില്ലാന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാ ഞാൻ അനുപമയെ കാണാൻ നിൽക്കാതെ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വരാൻ ഓ, തയ്യാറായത്. അത് ശരി. അപ്പൊ മാഷിന്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയായിരിക്കും നീ അവിടെ പോയതല്ലേ? ഞാൻ പോയത് ഇവിടെ തനിച്ചിരുന്ന് ബോറടിച്ചോണ്ടാണെന്ന് പറഞ്ഞില്ലടോ മനുഷ്യ. ഊളാ മനുഷ്യൻ. ഇനി ഞാൻ ഇറങ്ങിപ്പോയി വല്ലതും കാട്ടിക്കൂട്ടാതിരിക്കണമെങ്കിലേ എനിക്ക് അച്ഛൻ കാവലിരിക്കുന്നതായിരിക്കും നല്ലത്. കേട്ടല്ലോ? ഇന്ന് മുതല് അച്ഛൻ എന്റെ ഭടൻ. ഈ കുന്തം പിടിച്ചോണ്ടിരുന്നോ എന്നിട്ട് കാവല്. അല്ലേ വേണ്ട, ഇതെന്റെ കുന്തോ. അച്ഛൻ കുന്തമില്ലാതെ നിന്നാ മതി. ശോ.